സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ ഒരുപാട് സെറ്റിങ്സുകൾ ദിവസവും പരിചയപ്പെടുത്തുന്നുണ്ട്. കാരണം നമ്മുടെ മൊബൈൽ ഫോൺ നമ്മുടെ സ്വകാര്യതയാണ്. ആ സ്വകാര്യത സൂക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ദിവസവും ഓരോ സെറ്റിങ്സുകളാണ് പരിശോധിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്തരത്തിൽ ഒരു 2 സെറ്റിങ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. കാരണം ജസ്റ്റ് എനേബിൾ ചെയ്ത് വെച്ചാൽ മതി, നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്കത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ആ സെറ്റിങ്സ് ഏതാണെന്ന് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർ കൂടി ഈ ഒരു സേഫ്റ്റി സെറ്റിങ്സുകൾ മനസ്സിലാക്കിയിരിക്കട്ടെ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ്. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ഗൂഗിൾ എന്ന് കാണും. ചില മൊബൈൽ ഫോൺ മധ്യഭാഗത്തായിരിക്കും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ 2 ഓപ്ഷൻ കാണിക്കും. മുകളിലായിട്ട് റെക്കമെൻഡഡ് എന്നുള്ളതും രണ്ടാമത്തെ ഓൾ സർവീസ് എന്നുള്ള ഭാഗമുണ്ട്. ഇതിൽ ഓൾ സർവീസ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ ഭാഗത്തേക്ക് വരിക. കുറച്ചധികം താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പേഴ്സണൽ ആൻഡ് ഡിവൈസ് സേഫ്റ്റി എന്നുള്ള ഒരു സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് 3 ഓപ്ഷനാണുള്ളത്. ഒന്നാമത്തെ ഫൈൻഡ് ഹബ്ബ്. അപ്പോൾ ചില മൊബൈൽ ഫോണിൽ ഫൈൻഡ് മൈ ഡിവൈസ് എന്നായിരിക്കും കാണാൻ സാധിക്കുക. നമ്മുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടാൽ അതിൻ്റെ ലൊക്കേഷനൊക്കെ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി ഗൂഗിൾ കൊണ്ടുവന്ന ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ള ഒരു സെറ്റിങ്സാണ്. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ഒരുപാട് ചെയ്തതാണ്. ഇനി ആ ഒരു ഫീച്ചർ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സിലില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ള ഗൂഗിളിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് എനേബിൾ ചെയ്ത് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടൊക്കെ ഒന്ന് ലോഗിൻ ചെയ്ത് വെച്ചാൽ മതി. നിങ്ങളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് കണ്ടെത്താനും നിങ്ങൾക്ക് റിംഗ് ടൂൺ സെറ്റ് നിങ്ങൾക്ക് അതിലേക്ക് ബെല്ലടിക്കാനൊക്കെ അതിലൂടെ സൗകര്യമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തതാണ്. ഇവിടെ ഈ മൊബൈൽ ഫോണിൽ ഓപ്പോ മൊബൈൽ ഫോണിൽ ഫൈൻഡ് ഹബ്ബ് എന്നാണ് കാണുന്നത്. ചില മൊബൈൽ ഫോണിൽ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് കാണാൻ സാധിക്കും. ഇതിൽ രണ്ടാമത്തെ സെറ്റിങ്സ് ആണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെറ്റിങ്സ്. ഇവിടെ നിങ്ങൾക്ക് തെഫ്റ്റ് പ്രൊട്ടക്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. മൊബൈൽ ഫോൺ എവിടെയെങ്കിലും ചാർജിലിട്ടോ അല്ലെങ്കിൽ നമ്മൾ പോക്കറ്റിലിട്ടോ ബാഗിലിട്ടോ ഒക്കെ കൊണ്ടുപോകുന്ന സമയത്ത്, ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് ഓടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ അങ്ങ് ലോക്കാവും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതിനിടയ്ക്ക് പെട്ടെന്ന് ഒരാൾ മൊബൈൽ ഫോൺ, പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ നമ്മൾ ട്രെയിനിൽ യാത്ര പോകുമ്പോൾ അധികവും സംഭവിക്കുന്നതാണ് മൊബൈൽ ഫോൺ വൈകിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്തരത്തിലൊക്കെ സംഭവിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും പോക്കറ്റിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അവർ കൊണ്ടുപോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫോൺ അങ്ങ് ലോക്കാകും. പിന്നെ അവർക്കിത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ അതിലേക്കുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഓഫ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ അതിനുള്ള സെറ്റിങ്സാണ്. 2 സെറ്റിങ്സ് ഉണ്ട്. ഒന്നാമത്തെ ഡിറ്റക്ഷൻ ലോക്ക് എന്നാണ്. ഇത് നമ്മൾ എനേബിൾ ചെയ്താൽ ഇതുപോലെ ഒരു പോപ്പപ്പ് ചോദിക്കും. ഇവിടെ ടേൺ ഓൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഓൺ ചെയ്യാം. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഈ മൊബൈൽ ഫോൺ ഇത് കൊണ്ടുപോകുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാവും. അതായത് ഇതൊരു മോഷൻ സെൻസർ ഉപയോഗിച്ച് ഇത് മൊബൈൽ ഫോൺ തന്നെ ഡിറ്റക്റ്റ് ചെയ്ത്, അതായത് നമ്മൾ ഓടിക്കൊണ്ട് പോകുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഇങ്ങനെ ചലിച്ചുകൊണ്ട് സ്പീഡിൽ ചലിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാവും. അത് നമ്മൾ ഓടിയാലും ലോക്കാകും. മറ്റാരെങ്കിലും നമ്മുടെ മൊബൈൽ ഫോൺ കൊണ്ട് ഓടുകയാണെങ്കിലും അത് ലോക്കാവും. ഓട്ടോമാറ്റിക് ലോക്കിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ട് മോഷണം നടത്തി ഓടുന്ന ആളുകൾക്ക് ഇത് ലോക്കാവുമ്പോൾ അവർക്കത് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ഓഫ്ലൈൻ ഡിവൈസ് ലോക്ക് എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റ് ഉണ്ടായിരിക്കില്ല. ഇൻ്റർനെറ്റ് ഇല്ലാത്ത സമയത്ത് ഇത്തരത്തിൽ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഓഫ്ലൈൻ ഡിവൈസ് ലോക്ക് എന്നുള്ള രണ്ടാമത്തെ സെറ്റിങ്സും ഓൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ അറിയാൻ സാധിക്കും. ഓരോ ഡീറ്റെയിൽസും കൃത്യമായിട്ട് ഇതിനകത്തുണ്ട്. ആവശ്യമാണെങ്കിൽ ഇത് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ നോക്കാവുന്നതാണ്. ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ടേൺ ഓൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ 2 സെറ്റിങ്സ് നിങ്ങൾ തീർച്ചയായിട്ടും എനേബിൾ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള സെറ്റിങ്സാണ്. ഇത് ഗൂഗിൾ അവതരിപ്പിച്ച സെറ്റിങ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.